ഡൈവർമാർക്ക് വെള്ളത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ലോഹവസ്തുവിൽ തട്ടുന്നുണ്ടോ എന്ന പരിശോധന നടക്കുന്നത്, അടിയൊഴുക്ക് ശക്തമാണ് എന്ന സംഘം അറിയിക്കുന്നുണ്ട്. അത് ശ്രീകാന്ത്, എന്താണ് കരയിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇത് രണ്ട് തവണ മൂന്നാമതൊരിക്കൽ കൂടി ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരിക്കലും അങ്ങനെ കരുതരുത്. കാരണം ഒരു കാരണവശാലും തീർച്ചയായും വിജയകുമാർ ഒരിക്കലും അവർ പിന്മാറാൻ ഒരുക്കമല്ല. വീണ്ടും വിജയകുമാർ, ഈ ടീം, ഈശ്വർ മാൽപ്പയുടെ ടീം ഒരിക്കലും പിന്മാറാൻ ഒരുക്കമല്ല. അവർ വീണ്ടും ഒരു തവണ കൂടി ഇറങ്ങാൻ തയ്യാറായി സജ്ജരായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ടീമിന് വെള്ളവും അതോടൊപ്പം ചെറിയ സ്നാക്സ് ഐറ്റവുമായി എത്തിയിരിക്കുകയാണ്. അവരൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ആ ബ്രേക്കിന് ശേഷം കുറച്ചധികം പറയുകയായിരുന്നു, മാൽപ്പ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ വടമാണ്. മാൽപ്പയെ ബന്ധിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഡൈവിംഗ് തുടങ്ങുമ്പോൾ ആ കയറ് പൊട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ എന്തൊരു ഒഴുക്കാണ് ശ്രീകാന്ത്. ഹഷ്മി ഇവിടെ കണ്ടതിന് ശേഷമാണല്ലോ ഹഷ്മി പോയത്. ഇന്നും ഈ മഴയൊരൽപ്പം മാറി നിൽക്കുന്ന ഇന്നായിട്ട് പോലും അതിശക്തമായ ഒഴുക്കാണ് ഇവിടെയുള്ളത്. 6.87 എന്നൊക്കെ പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ശക്തമായ ഒഴുക്കാണെന്ന്. അതിൽ ഇറങ്ങി മുങ്ങിത്തപ്പാൻ ഒരു കാരണവശാലും ടെക്നിക്കൽ ടീം അവർക്ക് അംഗീകാരം കൊടുത്തിരുന്നില്ല. പക്ഷേ അതിനെ അവഗണിച്ച് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഇറങ്ങാം, ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാണ് ഈശ്വർ മാൽപ്പെ ടീം 3 പേരടങ്ങുന്ന ടീം ഇറങ്ങിയത്. ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചത് വടം ഉപയോഗിച്ച് ശരീരത്തിൽ ബന്ധിച്ച്, നമ്മൾ പറയുമ്പോൾ ചെറിയ വടമൊന്നുമല്ല, കൂറ്റൻ വടം ഉപയോഗിച്ച് ശരീരത്തിൽ ബന്ധിച്ച ശേഷം സ്വന്തം റിസ്കിൽ ഈശ്വർ മാൽപ്പെ ടീം ഈ ഗംഗാവാലി പുഴയിലേക്ക് നമ്മുടെ അർജുന് വേണ്ടി കുതിക്കുകയാണ് ഉണ്ടായത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈവശം ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് CP4-ൽ കുത്തി നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അടിത്തട്ടിലേക്ക് ഊളിയിട്ട് പോയി നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് അതിനുള്ളിൽ ഇരുമ്പ് ഭാഗമുണ്ടോ, ഈ ലോറിയുടെ ഭാഗമുണ്ടോ എന്ന് നോക്കുക അസാധ്യമാണ്. അത് ഹഷ്മി ആ സ്ഥലത്ത് പോയി നിന്ന ഹഷ്മിക്കത് വളരെ കൃത്യമായി അറിയാവുന്നതുമാണ്. നിലവിൽ ചെയ്യുന്നത് ഈ ഇരുമ്പ് കമ്പി കൊണ്ട് CP4-ൽ കുത്തി നോക്കുന്നു, ലോഹവസ്തുക്കൾ തടയുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലും തടഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങി വന്ന് അത് കരയിലുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഇതിനിടയിലാണ് പക്ഷെ നമ്മൾ നിസ്സഹായമായ 2 ദിവസങ്ങളുണ്ട്. 10-ാം തീയതിയും 11-ാം തീയതിയും. 9-ാം തീയതി ബോട്ടുണ്ടെന്ന് കണ്ടെത്തിയ ബാക്കി സമയവുമുണ്ട്. ഈശ്വർ മാൽപ്പെ കുറച്ച് നേരത്തെ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കാൻ തോന്നിയിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഒരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് കരുതാവോ ശ്രീകാന്ത്? ഹഷ്മി, എല്ലാ പോംവഴികളും ഉപയോഗിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വൈകി വന്ന വിവേകം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ എല്ലാ അവരും അവരുടേതായ ശ്രമം നടത്തിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത് ഫലം കാണുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നേരത്തെ വിളിക്കാമായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. പക്ഷേ ഇപ്പോഴും നടക്കുന്നത് ഈശ്വർ മാൽപ്പെ ആൻഡ് ടീം അവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു ഈ കുത്തൊഴുക്കുള്ള നദിയിലേക്ക്. അപ്പോഴും അപകടമില്ല എന്നല്ല ഹഷ്മി. അതായത് ഈശ്വർ മാൽപ്പയുടെ അരയ്ക്കു ചുറ്റും ബന്ധിച്ചിരുന്ന വടമുണ്ടായിരുന്നു, വളരെ ശക്തമായ വടമുണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ ഓർക്കണം എത്രത്തോളം ശക്തമായ അടിയൊഴുക്ക് ആ നദിയിലുണ്ട് എന്നുള്ളത്. ആ വടം പൊട്ടി ഈശ്വർ മാൽപ്പെ ആ സ്ഥലത്തു നിന്നും 100 മീറ്റർ അപ്പുറമാണ് പൊങ്ങിയത്. അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ടീമും NDRF-ഉം ചേർന്നാണ് അദ്ദേഹത്തെ പിന്നീട് കയറ്റിയത്, നേരെ ഈ മൺകൂനക്കരികിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അവർ. നദിയിൽ അതിശക്തമായ ഒഴുക്കാണ്. ഒരു കാരണവശാലും അടിത്തട്ടിലേക്ക് പോയി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിധം അടിയൊഴുക്കും കലങ്ങി ഒഴുകുകയാണ് ഗംഗാവാലി നദി. ദൗത്യം തുടങ്ങിയതിനു ശേഷമുള്ള 12-ാം ദിനത്തിലേക്കാണ് ദൃശ്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനിർണായകമായ ദൃശ്യങ്ങളാണ്. അതിനിർണായക ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 9-ാം നാൾ ഉച്ചയ്ക്ക് ബോട്ട് കണ്ടെത്തി എന്നുള്ള കൃത്യമായ വിവരം നമുക്ക് കിട്ടും. അത് ലോറിയാണ് എന്നുള്ള കൃത്യമായ സൂചന, കൃത്യമായ ക്ലൂ നമുക്ക് കിട്ടുന്നു. അതിന് മുമ്പ് 8 ദിവസങ്ങൾ നമുക്ക് വേദനയുടെ, സങ്കടത്തിന്റെ, നിരാശയുടെ ദിവസങ്ങളാണെങ്കിൽ 9-ാം നാൾ അത് പ്രത്യാശയുടെ ദിവസമായിരുന്നു. എന്നാൽ 10-ാം നാളിലേക്ക് വന്നപ്പോൾ, 11-ാം നാളിലേക്ക് വന്നപ്പോൾ അത് നിസ്സഹായതയിലേക്ക്, നമ്മൾ ഒരു നിസ്സഹായതയുടെ ഗംഗാവലി ആഴക്കയത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ ദൗത്യം തീരുന്നോ എന്ന് ആശങ്കപ്പെട്ട സമയം ദാ വരുന്നു ഈശ്വർ മാൽപ്പെ പറയുകയാണ്, നേവിയുടെ ബോട്ടിൽ പോയി വെള്ളത്തിനടിയിൽ പോയി നങ്കൂരം കയറ് കെട്ടിയിടും. പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങി നങ്കൂരത്തിന്റെ സഹായത്തോടെ പുഴയുടെ അടിത്തട്ടിൽ അത് നിലയുറപ്പിക്കും. മറ്റിടങ്ങളിൽ നിന്ന് അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് രാവിലെ പറഞ്ഞ ഈശ്വർ മാൽപ്പെ 3 ദൗത്യങ്ങൾ നടത്തി, 3 ശ്രമങ്ങൾ നടത്തി. പക്ഷേ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയിക്കുന്നില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. 6.8 നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനും ശ്രീകാന്ത് നമുക്ക് അവിടെ പോയി നിന്ന് കണ്ടവരാണ്. അസാധ്യ പുഴയെന്ന് നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന പുഴയെ മനസ്സിൽ വെച്ച് ആ പുഴയെ കാണരുത്. ഗംഗാവാലി എന്ന് പറഞ്ഞാൽ ഒരു കടലോളം പോകുന്ന ഒരു പുഴയാണ്. കടൽ തിരയോളം പോകുന്ന
എന്താണ് ആഴത്തിൽ വേഗതയിൽ ഈ തിരകൾ പോലെ അടിക്കുന്ന അത്രത്തോളം ഒഴുക്കാണ്, കറണ്ടാണ്. ആ പുഴയിൽ ഈശ്വർ മാൽപേ എന്താണ് കെട്ടിബന്ധിച്ച വടം പൊട്ടി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാകും.